Hello guys. Welcome to എവിടെയോ എന്തോ ഒരു തകരാറ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിങ്ങനെ ചട്ടിയും കലവും വട്ടിയും പാത്രവും ഒക്കെ ഇട്ട് നിക്കണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണത്. അപ്പൊ ഞങ്ങള് ഗ്ലോയില്, അതായത് നമ്മുടെ സലൂണില് വർക്ക് ചെയ്യണ സ്റ്റാഫ്സിന് സ്റ്റേ ചെയ്യാനായിട്ട് നമ്മളൊരു സ്പേസ് റെന്റിന് എടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ സെയിം ബിൽഡിങ്ങിൽ തന്നെ എന്താണ് ഇവിടെ തല്ലിവിടെ അവിടെ ഇരിക്കും. അപ്പൊ നമ്മള് സെയിം ബിൽഡിങ്ങിൽ തന്നെ നമ്മളൊരു പോർഷൻ സ്റ്റേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു റൂമാണ്. നമുക്ക് ഇതൊരു താമസിക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പൊ അതെന്തൊക്കെയാണ് വാങ്ങിയെന്ന് നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്യാം. ഓൾറെഡി തുറന്നു വെച്ചേക്കണേണ്, എന്നാലും ഇത് നമുക്ക് എടുത്തെടുത്ത് കാണാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഭക്ഷണ സാധനത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഭക്ഷണമാണല്ലോ എല്ലാം. പറ, എന്താണ് അവിടെ നിന്ന് തുടങ്ങ്. എന്താ ഉള്ളത്? സവാള 1 കിലോ സവാള. സോറി ഗൈസ്, കണക്കൊന്നും അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് കുറച്ച് സവാള വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ റൂവയുടെ കയ്യിൽ എന്താ ഉള്ളത്? കടല. റൂവനെ കാണാനില്ല, എഴുന്നേറ്റിക്കു. റൂവ എഴുന്നേറ്റുന്നു. മിക്കയുടെ കയ്യിൽ എന്താ ഉള്ളത്? മുളക്. നമ്മ വാങ്ങിയ കത്തിന്ന് ഒരു കത്തി എടുത്തിട്ടുണ്ട് നമ്മള് മൈക്ക് വെക്കാൻ വേണ്ടിട്ട്. അതാവുമ്പോ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കല. ഇത് എന്റെ ഐഡിയ അല്ല കേട്ടോ, ജൊഹാന്റെ ഐഡിയ. എനിക്ക് ചായപ്പൊടി. അതെ, ചായ. എനിക്ക് അരി മതി. അരി ആവുമ്പോ കൊറേ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറച്ചധികം നാളത്തേക്കുള്ള അരി വാങ്ങിച്ചിട്ടുള്ളത്. പരിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിതൊരു എവിടെന്നെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണം. ഓക്കെ, അപ്പൊ നമ്മള് പരിപ്പ് കണ്ടില്ലേ, അതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിക്കോ. നമ്മള് കണ്ടതൊക്കെ എല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ആ കടല കൊടുത്തോ. റൂവ കടല കൊടുക്ക്. ഈ അരി നോക്കിക്കോ. അരി കുറച്ച് പൊട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലാക്കാം. ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് വെച്ചോ. അടുത്തതായി നമുക്ക് മല്ലിപ്പൊടി. ഇല്ല, ഒരു ഓർഡറിൽ തുടങ്ങും. ഒരു ഓർഡറിൽ പോ. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. മൈക്ക് പിടിച്ചോ. എന്താ? പിന്നെ അയ്യോ, ഇത് തിന്നാനുള്ളതല്ല കേട്ടോ, സോറി. പിന്നെ നമുക്ക് പഞ്ചസാര. നമുക്കിപ്പോ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കുക്കിംഗ് ഐറ്റംസ് ഇതൊക്കെയാണ്. എന്താണ്? അപ്പൊ ഓക്കെ. പിന്നെ നമുക്ക് പാത്രം കഴുകാനുള്ള ഡിഷ് വാഷ്. പിന്നെ അലക്കാനുള്ള സോപ്പൊടി. അത് വേറെ ലോകത്താ. അതന്നെ. ഓക്കെ, സോറി, ഭാഷ മനസ്സിലാൻ വന്നിട്ടായിരുന്നു. അപ്പൊ നമ്മ ബാത്റൂം തുടക്കണ ചാനം. പിടി. പിന്നെ നമുക്ക് എന്തിനാ നോൺ സ്റ്റിക്കിന്റെ ഒരു കടായി. നമുക്ക് ഇതിൽ കറി വെക്കാം. വെച്ചോ. ഞങ്ങൾ പൂക്കിയാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ കണ്ടാ ഒരുമാതിരി മട്ട് പിടിക്കുക. അതാണ് ഈ ഇവിടുത്തെ എക്സ്പ്രഷൻ. ചേച്ചി അപ്പൊ ഇത് നമ്മൾ 2 കേർട്ടൻസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മിസ്സാക്കി ഉപ്പുണ്ട്, പയറും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ബക്കറ്റ് ഒക്കെ ഉണ്ട്. അത് കണ്ടായിരുന്നു ചേച്ചി. ഇങ്ങോട്ട് തന്നെ. ഈ ബക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ഇതങ്ങോട്ട് വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചോ. ഓക്കെ, അപ്പൊ ഒരു ബക്കറ്റ് കഴിഞ്ഞില്ലേ? പിന്നെ ഫിഷ് കട്ടർ. പിന്നെ കത്തി എടുത്തേ. നമ്മള് ഒരു സെറ്റ് കത്തി വാങ്ങിച്ച, അതായത് മറ്റേ പീലിങ്ങിന്റെ, പിന്നെ ഒരു കത്തി, പിന്നെ വേറൊരു കത്തിയും കൂടെ. അതിലാണ് നമ്മൾ മൈക്ക് വെച്ചേക്കാം. ഓക്കെ, അങ്ങോട്ട് വെച്ചോ. ഇനി മനി പറയുന്നതാണ് എന്തൊക്കെയാണെന്നുള്ളത്. മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. നമ്മ ബക്കറ്റ് കണ്ട സ്ഥിതിക്ക് കപ്പ്. അതെ, കപ്പ്. സ്പൂണൊക്കെ ഇട്ട് വെക്കണ്ടേ? അതെ, അതിന് സ്പൂൺ എവിടെ? സോറി, സ്പൂണൊക്കെ അതിൻ്റെ അകത്താ. നമുക്ക് ഇനി 2 സാധനങ്ങളും കൂടെ ഉണ്ട്. കുറച്ച് വെളിച്ചെണ്ണയുണ്ട്, കുറച്ച് ഗരം മസാല. കൈമുറിയൂട്ടാ.
വെളിച്ചെണ്ണ ഇത് നമ്മൾ മിസ്സാക്കി. പാത്രങ്ങള് ഇതിന്റെ ഉള്ളിലില്ലേ ഇത് നമുക്ക് പൊട്ടിക്കാം. വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ ഇവിടെ ഇടിയായി ബഹളമായി. നമുക്ക് ഈ കത്തിയുടെ ഈ പരിപാടി നമുക്ക് മാറ്റാം. നമുക്ക് കത്തിക്ക് പകരം ഈ കത്തി ആ സൈഡിലോട്ട് മാറ്റി വെച്ചേ. നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഇതെടുക്കാം. എന്നാ ഓക്കെ. അത് പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് അധികം പറ്റാണല്ലോ. ഓക്കെ, ഇത് മതി. അപ്പൊ നമുക്ക് ഇതില് നമുക്ക് തൽക്കാലം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ കത്തിയും കൊണ്ട് ആരെങ്കിലൊക്കെ പരിക്കൊക്കെ കേൾക്കും. കണ്ടില്ലേ ഇതന്നെ അവസ്ഥ. അപ്പൊ നമ്മളിതിനെ മനുഷ്യ കൊടുക്കട്ടെ. നമ്മൾ ഇതിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വാങ്ങിയ കണ്ടെയ്നറാണ്. അതിന്റെ ഉള്ളില് 3 എണ്ണം ഉണ്ടായി. ഒരു വലുത്, ചെറുത്, 3 അല്ല 4 എണ്ണം ഉണ്ടായി. ഓക്കെ, കൊള്ളാം. എത്രയായിരുന്നു ഇത്? സോറി, വിലയൊക്കെ കളഞ്ഞിട്ടോ. ഗായ്സ്, വെറും 99 രൂപക്ക് നമുക്ക് ഇത്രയും സാധനം കിട്ടി ഗായ്സ്. ലാഭിച്ചു. നപ്പിച്ചോ. എന്താ അതെ, നമുക്കിത് 3rd ഫ്ലോറിലാണ് നമ്മുടെ ഈ സ്പേസ് വരുന്നത്. അപ്പൊ ഇവിടെ അത്യാവശ്യം കാറ്റുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ തുണികൾ പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്സ്. ഓക്കെ, ഇനി ജോഹാൻ പറയട്ടെ. ജോഹാൻ ഇതെന്താന്ന് പറഞ്ഞു കൊടുക്ക്. ഇതെന്ത് സാധനമാണെന്ന് എന്നോടൊക്കെ. ഇത് തുണിയൊക്കെ നമുക്ക്, അതായത് നമുക്ക് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ തുണിയൊക്കെ, യൂസ് ചെയ്ത തുണിയൊക്കെ നമുക്ക് ഇങ്ങനെ കൊളുത്തിവിടാം. വീണ്ടും യൂസ് ചെയ്യാനുള്ളതൊക്കെ. അങ്ങനത്തെ 3 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം. ഓക്കെ, ഇതങ്ങോട്ട് വെച്ചോ. ഇതെന്താ ഇങ്ങനെയല്ല, അതിൻ്റെ തല്ലിക്കാൻ പോയി. പിന്നെ നമുക്ക് കൊതുകിന്റെ ശല്യം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. നമ്മൾ താമസിക്കാൻ താമസിച്ചു തുടങ്ങണം. അപ്പൊ അവർക്ക് കൊതുക് കടി കൊള്ളാതിരിക്കാനും നല്ല മണം ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടെ നമ്മ എന്താ മായ സുപ്രീമിന്റെ ഒരു എന്താ ചന്ദനത്തിരിയാണ് ഇത്. ഓക്കെ, അതൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. ഇതിവിടെ ഇട്ടില്ല തീരൂട്ടോ. പിന്നെ നമുക്ക് ഞങ്ങൾക്ക് പിടിച്ചു സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മള് ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം, ചായപാത്രം. പിന്നെ ഇത് എന്തിന്റെ മൂടിയാണ്? ഇത് വേറെ ഇതിന്റെ ഒക്കെ മൂടിയാണിത്. ഇത്രയും അടുത്ത് പിടിക്കണ്ടായിരുന്നു. ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയി. പിന്നെ അപ്പൊ ഈ ബക്കറ്റും കൂടെ അങ്ങോട്ട് മാറ്റിക്കോ. എറിയല്ലേ. പിന്നെന്താ, പിന്നൊരു ഡസ്റ്റ്ബിൻ, ഫ്രിഡ്ജ് വെക്കാൻ. ഫ്രിഡ്ജൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയം നമുക്ക് ഇവിടെ ഒരു വിശാലമായ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ആ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 വാട്ടർ ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്. ഇത് അതോടെ വെക്ക്. ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ ഓർഡർ ആയിട്ട് പോവാ. എത്ര കുപ്പി ഉണ്ടെന്ന് എണ്ണിക്കേ. 1 2 3 4. അങ്ങനെ 4 കുപ്പിയുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുപ്പികൾ വാങ്ങിച്ച്. ഇത് നമുക്ക് 149 രൂപയ്ക്ക് നമുക്ക് 6 കുപ്പികൾ കിട്ടി. ഇതൊക്കെയെല്ലാം നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ ഇതുപോലെ 3 കണ്ടെയ്നേഴ്സ്, അതായത് നമുക്ക് പയറ് കടലേക്ക് ഇട്ട് വെക്കാൻ വേണ്ടി. എടാ കുറച്ച് നീക്കി പിടിക്കടാ. പയറ് കടലേക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങള്. പിടിച്ചോ. ഇത് സ്പൂൺ ഇടാൻ വേണ്ടിയിട്ടുള്ളത് അതങ്ങനെ വെച്ചോ. പിന്നെ നമ്മൾ 6 പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മളിടയ്ക്ക് വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് തിന്നാം ഈ പാത്രങ്ങളിൽ. എന്താണ്? അപ്പൊ 6 പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പലതരം സ്പൂണുകൾ ഒരു സെറ്റായിട്ട് നമുക്ക് കിട്ടിയതാണ് ഇത്. അവിടെ ഇരുന്നേ, ഇവിടെ ഇരുന്നേ, ഇരിക്കി. ഇത് നമുക്കൊരു കുഴിയൻ കയ്യിലുണ്ട്, ഒരു നോർമൽ സ്പൂൺ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ചട്ടകം, അതന്നെ ചപ്പാത്തിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ
ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. ചെറുതും വലുതുമായ സ്പൂണുകൾ. അതെ, പിന്നെ 2 സൈസിലുള്ള നമുക്ക് സ്പൂൺസ്. ഇതൊരു എത്ര വെച്ചാ 1 2 3 4 4 വെച്ചുള്ള സെറ്റ്, 4 വെച്ചുണ്ട്. അപ്പൊ 8 സ്പൂൺസ്. അരിപ്പ ഇതും ഒരു ഇങ്ങനെ സെറ്റ് ആയിട്ടാണ്, ഒരു ചെറുതും ഒരു വലുതും ഉണ്ട് ഇതില്. പിന്നെ 3 ബൗള് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കിട്ടിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കിട്ട് കാണാൻ പറ്റില്ലെന്ന് അവൾ അതിന്റെ ഇടയിൽ ചവിട്ടി. ചേച്ചിമാരെ മാറി മാറി ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നിരിക്കേ. അയ്യോ ഡ്രസ്സൊക്കെ പൊക്കി കാണി. അയ്യോ ഇതൊക്കെ ഉണ്ടത് എണ്ണീട്ട് പറ. ആ 3 വിട് പോ മതി. അപ്പം 3 ബൗൾസ് നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് ആക്ച്വലി സ്റ്റാൻഡായിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു, പക്ഷെ നമുക്ക് സ്റ്റാൻഡ് നമ്മൾ ആദ്യം കണ്ടില്ല. അതുകൊണ്ടിട്ട് സവാളയും ഇതൊക്കെ നമുക്ക് തൽക്കാലം ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു കൊട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ദെൻ ചവിട്ടീസ് 1 2 3. നമുക്കിവിടെ റൂം എന്നത് ഒരു അറ്റാച്ച്ഡും പിന്നെ ഒരു കോമൺ ബാത്റൂമുമാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാം. പിന്നെ ഈ ഫ്രണ്ടിലും ഇടാൻ വേണ്ടിയിട്ട് 3 ചവിട്ടി. പറ ആ അവിടെ അങ്ങോട്ടൊക്കെ പറ എന്താ. അതൊരു പാത്രം മൂടി എന്നൊക്കെ പറയാം, 2 രീതിയിൽ ഉപയോഗിക്കാം. അത് തന്നെ ഇതും സെയിം 2 പിന്നെ കിച്ചൺ ടവൽസ് നല്ല സോഫ്റ്റ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാനും പറ്റും, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാനും പറ്റും. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങി, വുഡിൻ്റെ ആണ് വാങ്ങിയത്. പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിയാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പീസൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പം നമ്മൾ വുഡിൻ്റെ കട്ടിംഗ് ബോർഡാണ് വാങ്ങിയത്. ആൻഡ് ദിസ് വാസ് ചിരവ. നമുക്ക് ചിരവ വാങ്ങണതിന് പകരം ഇവിടെ സ്ലാബിൽ 3 ചവിട്ടിയല്ല കേട്ടോ, 4 ചവിട്ടിയായിരുന്നു. ചിരവക്ക് താഴെ ഇരുന്ന് ചിരവക്ക് പകരം നമ്മൾ സ്ലാബിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ചിരവയാണ് വാങ്ങിയത്. മിക്കമരി അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ ഒരു സെറ്റ് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. അത് അടിക്കരുത്, അത് ബാത്റൂം മറ്റേ ഗ്ലാസ് ക്ലീനറാ. ഇതുപോലെ ഒരു ചില്ല് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? സ്കോഷ് കുടിക്കാൻ പറ്റിയ ഗ്ലാസ്. കറക്റ്റ് ഫൈറ്ററിനാ. ഫൈറ്ററിന് ഗ്ലാസ് വേണമെങ്കിൽ നീ അവിടെ ഞാൻ കട പറഞ്ഞുതരാം, അവിടെ പോയി വാങ്ങിക്കും. ഓക്കെ. പിന്നെ നമുക്കിങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രെയിനർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കളയാൻ വെക്കാം. പിന്നെ നമുക്കുള്ളതൊരു ഡബ്ബയാണ്. ഡബ്ബ ഇത് സെറ്റായിട്ട് വന്നതാ. 1 2 3. നമുക്കിതിൽ അരിയൊക്കെ ഇട്ട് വെക്കാം. യെസ്, ഇതൊക്കെ എല്ലാം നമുക്കൊന്ന് വാഷ് ചെയ്ത് തുടച്ചിട്ട് അരിയിട്ട് വെക്കാം. ഓക്കെ. പിന്നെ ഇത് ബാത്റൂം കഴുകണ സാധനം. ഫ്രീക്കാണല്ലേ, സ്പൈക്കൊക്കെ ഉണ്ട്. സോറി ഗൈസ്. പിന്നെ ഒരു ഡസ്റ്റ് പാൻ ഉണ്ട്, ഒരു ചൂലും ഉണ്ട്. ഓക്കെ, അല്ല നമ്മൾ പറഞ്ഞില്ലേ? ഇനി ഒന്നുമില്ലല്ലോ. അയ്യോ അതെടുക്ക് അത് നമ്മൾ വിട്ടുപോയി ഗായ്സ്. നമ്മൾ ആദ്യം തുടങ്ങിയത് നമ്മുടെ ഫുഡ് എന്നാണ്, അതായത് അരി കഞ്ഞിക്കിടാൻ നമുക്കൊരു സ്റ്റീലിൻ്റെ കലം. തൽക്കാലം നമുക്കിപ്പോൾ ഗ്യാസ് കണക്ഷൻസ് ഒന്നും പുതിയതായിട്ട് കൊടുക്കുന്നില്ല, ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ഇൻഡക്ഷൻ കുക്കറാണ് ആശ്രയം. സ്റ്റീലിൻ്റെ ഇത് വർക്കാവൂന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് വെച്ച് നോക്കാം, ഇല്ലെന്നാണെങ്കിൽ പെടും. ഓക്കെ. എനിക്കറിയില്ല, വർക്കാവുമായിരിക്കും. അവിടെ ഇരിക്കും. അതെ. പിന്നെ നമുക്ക് അരി അളക്കാനൊരു ഗ്ലാസും, സ്റ്റീലിൻ്റെ ഗ്ലാസ്. അപ്പം ഇത്രയും അവിടെ വേറെ വ്ളോഗ് പോയിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വല്ല എന്നെ കാണാനുണ്ടാ? എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു വ്ളോഗ് ചെയ്യും, ഇവിടെ നിന്നൊരു വ്ളോഗ് ചെയ്യും. പിന്നെ അവൻ്റെ വക അവൻ വേറെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് തോന്നണേ. എനിക്കറിയില്ല ഇപ്പം എത്ര വ്ളോഗ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്.
അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോം ടൂർ പോലെ നമുക്ക് പിന്നീട് ഒരു ദിവസം സെറ്റ് ആക്കാം. അപ്പൊ അത്രല്ലേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് അതെ അതൊക്കെ വിട്ടുപോയി. നമുക്ക് ബെഡൊക്കെ എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ബങ്കർ ബെഡാണ് നമുക്ക് സ്റ്റാഫിനൊക്കെ വേണ്ടത്. അപ്പൊ ബങ്കർ ബെഡും പിന്നെ നമുക്ക് ചൂലൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ബങ്കർ ബെഡ്സ് 2 എണ്ണം വരാനുണ്ട്. 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ കട്ടില്, ബെഡ്, പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമിൽ ഒരു ബെഡും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ ബെഡും വരും. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള നമുക്ക് തൽക്കാലം നിൽക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ അല്ലേ? വേറെ ഒന്നും ഇനി പറയാനില്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക്? ഒന്നുമില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലേ? ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. റൂക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 2 ചീത്തെങ്കിലും പറയടി. ഇല്ല, അതൊന്നും പറയാനില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടമായോ? ആയിരിക്കും. അവരാണ് പറയേണ്ടത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് കാണാം. നമുക്കൊരു ഹോം ടൂർ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് അടിച്ചു തുടക്കാം. അത് വിട്ടേക്ക് പുതിയ ജൂല. എന്താ പറഞ്ഞോണ്ടിരുന്ന അതന്നെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാണ്ട് എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക് ക്യാമറ സബ്സ്ക്രൈബ്. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ.